നമസ്കാരം. മലയാള സിനിമയിൽ ഒരു കാലത്ത് അടക്കിവാണ നടനായിരുന്നു ദിലീപ്. നടി ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന് പതനം തുടങ്ങി. സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു. താരത്തിന്റെ കരിയർ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം. വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കേസിലെ അന്തിമവാദം ആരംഭിച്ചത്. ഒരു മാസത്തിനകം തന്നെ നടപടികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശേഷം കേസ് വിധി പറയാനായി മാറ്റും. വിധി എന്താണ് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് അതിജീവിതയായി നടിയും ദിലീപും. കേസിലെ വഴികൾ പരിശോധിക്കുമ്പോൾ നിരവധി സംശയങ്ങളാണ് മലയാളികൾക്ക് മുന്നിലുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ വരെ ദിലീപും കൂട്ടരും പദ്ധതിയിട്ടെന്നാണ് പുറത്തുവന്നിരുന്ന വിവരം. വധഗൂഢാലോചന കേസിന്റെ അന്വേഷണത്തിൽ വഴിത്തിരിവിന് സാധ്യതയുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും ശബ്ദ സംഭാഷണങ്ങളും ഫോണുകളിൽ നിന്ന് ലഭിച്ചെന്നാണ് വിവരങ്ങൾ. കേസിൽ ഏറെ നിർണായകമാണ് ദിലീപിന്റെയും കൂട്ടുപ്രതികളുടെയും ഫോണുകൾ. ഒന്നാം പ്രതി ദിലീപ്, സഹോദരനും രണ്ടാം പ്രതിയുമായ പി അനൂപ്, സഹോദരി ഭർത്താവും മൂന്നാം പ്രതിയുമായ ടി.എൻ. സൂരജ് എന്നിവരുമായി ഫോണുകളാണ് അന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. തുടക്കത്തിൽ ഫോണുകൾ കൈമാറാൻ പ്രതികൾ തയ്യാറായിരുന്നില്ല. ഫോണിൽ തന്റെ ചില സ്വകാര്യ സംഭാഷണങ്ങളും മുൻ ഭാര്യയായ മഞ്ജു വാര്യരുമായും കുടുംബാംഗങ്ങളുമായും അഭിഭാഷകനുമായുമൊക്കെ നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യുമെന്നായിരുന്നു ദിലീപിന്റെ വാദം. എന്നാൽ 3 പ്രതികളുടെയും ഫോണുകളിലെ വിവരങ്ങൾ പരിശോധിക്കാതെ അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിക്കുകയായിരുന്നു. തുടർന്നായിരുന്നു കോടതി ഇടപെടലിനെ തുടർന്ന് പ്രതികൾ ഫോണുകൾ കൈമാറിയത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേര് ഉയർന്നു വന്നതിന് മുമ്പ് തന്നെ ഇതിന് പിന്നിൽ കൃത്യമായ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് പരസ്യമായി തുറന്നു പറഞ്ഞ വ്യക്തിയായിരുന്നു മഞ്ജു വാര്യർ. കേസിൽ ഫോൺ സമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴും ദിലീപ് മഞ്ജുവിന്റെ പേര് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചിരുന്നു. കേസിന്റെ ആദ്യ ഭാഗം മുതൽ തന്നെ ഇക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ പോലീസ് മഞ്ജു വാര്യരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തിരുന്നു. 2018 മാർച്ച് 8-ന് ആരംഭിച്ച കേസിന്റെ വിചാരണ നടപടികളാണ് 6 വർഷങ്ങൾക്കിപ്പുറം അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ആദ്യം പ്രോസിക്യൂഷന്റെ വാദങ്ങളാണ് തുടങ്ങുക. ജനുവരി അവസാനത്തോടെ കൂടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് കേസിൽ വിധി പറയും. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ദിലീപിനെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞുവെന്നാണ് സൂചന. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 261 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 1600 രേഖകൾ കേസിൽ കൈമാറി. അതിജീവിത 7 ദിവസമാണ് വിസ്തരിച്ചത്. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൌലോസിനെ 87 ദിവസവും സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ 35.5 ദിവസവും വിസ്തരിച്ചു. സൈബർ ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ സുനിൽ SP-യെ 21 ദിവസം, സൈബർ ഫോറൻസിക് വിദഗ്ധ ദീപ AS-നെ 13 ദിവസം എന്നിങ്ങനെയാണ് വിസ്തരിച്ചത്. 2017 ഫെബ്രുവരി 2-നായിരുന്നു രാജ്യം തന്നെ ശ്രദ്ധിച്ച് നടി ആക്രമിക്കപ്പെട്ട സംഭവം നടന്നത്. നടിയുടെ വാഹനത്തിൽ നിന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി പുറത്തിറക്കിയ ശേഷം മറ്റൊരു വാഹനത്തിൽ വെച്ച് പീഡനത്തിനിരയാക്കുകയും ഇതര ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുവെന്നുമാണ് കേസ്. പൾസർ സുനിയാണ് കേസിലെ 1-ാം പ്രതി. 2-ാം ഘട്ടത്തിലാണ് ദിലീപിനെ ഗൂഢാലോചന കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏകദേശം 80-ലേറെ ദിവസം ദിലീപിന് ആലുവ സബ് ജയിലിൽ റിമാൻഡ് തടവുകാരനായി കഴിയേണ്ടി വന്നിരുന്നു. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.